ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ കുക്കിംഗ് റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കുറുമയുടേതാണ്. ഇതേ രീതി ഫോളോ ചെയ്തുകൊണ്ട് ചിക്കനിലും ബീഫിലും ഒക്കെ ഈ ഒരു കുറുമ ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം മട്ടൻ കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അതൊന്ന് ചൂടായിട്ട് നമ്മളതിലേക്ക് 2-3 ഏലക്കായി, പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. ശേഷം ചെറിയ ഉള്ളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ശേഷം ആവശ്യത്തിനുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തക്കാളിയുടെ പകുതിയൊക്കെ മതി. അതും ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മട്ടൺ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ആ ഒരു ഉള്ളി മസാലയിൽ മട്ടനൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മസാല പൗഡറുകളാണ് ചേർക്കേണ്ടത്. മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ആവശ്യമുള്ള മല്ലി ചേർത്ത് കൊടുക്കുക. കൂടെ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് നമ്മൾ വെള്ളത്തിലല്ല കുക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങാപ്പാലാണ്, ഇവിടെ 1-ാം പാലും 2-ാം പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ 2-ാം പാലിലാണ് നമ്മൾ ഈ ഒരു മട്ടൺ കുക്ക് ചെയ്തെടുക്കുന്നത്. കൂടെ തന്നെ അല്പം തേങ്ങയിൽ കാഷ്യൂ നട്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. അത് ഈ മട്ടൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. തേങ്ങാപ്പാൽ ചേർക്കാതെ തന്നെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആ ഒരു വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതാ തേങ്ങയുടെ 2-ാം പാല് ചേർത്തിട്ട് മട്ടനെ കുക്ക് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് 20 മിനിറ്റാണ് ഈ മട്ടനെ ഒന്ന് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 20 മിനിറ്റിന് ശേഷം നമ്മൾ ആ ഒരു പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ആക്കി നോക്കുകയാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സമയത്ത് നമുക്ക് മട്ടനൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് തേങ്ങാപ്പാലിൻ്റെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്തതിന് ശേഷം കൂടുതൽ ടൈം നമ്മൾ തിളപ്പിക്കാൻ നിൽക്കരുത്. എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒന്ന് ചെറിയ രീതിയിൽ തിള വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും അണ്ടിപ്പരിപ്പും ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് കറിക്ക് നല്ലൊരു മുഴുപ്പ് കിട്ടും. അതുപോലെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ കുറുമക്ക് ഈ ഒരു അണ്ടിപ്പരിപ്പ് മിശ്രിതം ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും ചേർക്കാൻ ശ്രമിക്കുക. ചെറിയ രീതിയിൽ തിള വന്നിട്ട് നമ്മൾ ഒരു പിടി മല്ലിച്ചപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ മട്ടൻ കുറുമയുടെ കുക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു വറവിടാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ എണ്ണ ചൂടായതിന് ശേഷം ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആവണം. അല്പം കറിവേപ്പിലയാണ് പിന്നെ ചേർക്കുന്നത്. കൂടെ നമ്മൾ ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് മൂന്നും കൂടെ നല്ല പോലെ ഒന്ന്
വഴറ്റിയിട്ട് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഈ വറവിത മട്ടൻ കുറുമയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ആകുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും കൂടിയാണ് ഈ ഒരു വറവും കൂടെ അതിലേക്ക് ചേർത്താൽ. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചിക്കൻ കൊണ്ടും ബീഫ് കൊണ്ടും ഒക്കെ ഇങ്ങനെ ഒരു കുറുമ ഉണ്ടാക്കാൻ പറ്റും. പൊറാട്ടയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെ അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു കുറുമ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും.